ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാം. അപ്പോൾ നമ്മുടെ കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ജനുവരിയിൽ നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേട്ടറ്റ് എക്സാമിന് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെയും ചോദിക്കുന്നത്, സൈക്കോളജിയിൽ ചോദിക്കുന്നത്. അപ്പൊ ഈ സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളെ എങ്ങനെയാണ് എനിക്ക് സഹായിക്കാൻ പറ്റുക, അതിനുള്ള കുറച്ചധികം കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ സൈക്കോളജിയിൽ കുറേ അധികം തിയറികൾ പഠിക്കുന്നുണ്ട്, കുറേ അധികം ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, കുറേ കോൺസെപ്റ്റുകൾ നോക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണോ ഇത് അതാണോ, അങ്ങനെ നമുക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ എക്സാം ഹാളിലുള്ള അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, അതല്ലെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എങ്ങനെയായിരിക്കും എന്നൊക്കെ ശരിയായ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോർഷൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്തും കൂടെ ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് PYQയും കൂടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സൈക്കോളജി പഠിക്കുകയാണ്. സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഒരു സ്മാർട്ട് ആയിട്ടുള്ള രീതിയാണ് പഠിക്കുന്നത്. അതായത് ഒരു പ്രത്യേക പോർഷൻ നമ്മൾ എടുക്കുന്നു, ആ പോർഷൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കണ്ടന്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ആ ഒരു പോർഷനിൽ നിന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായി റിവിഷൻ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിയിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് റിവിഷനിൽ കൂടെ കടന്നു പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മുടെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, എല്ലാവരും റെഡി ആണല്ലോ, റിവിഷൻ ചെയ്യാൻ റെഡി ആണല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിയുടെ വികാസവുമായി ബന്ധമില്ലാത്ത സവിശേഷത. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തു പറഞ്ഞു, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ച വികാസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വികാസവുമായി ബന്ധമില്ലാത്ത സവിശേഷത ഏതാണ്? നോക്കിയേ, 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. വികാസം ഒരു സഞ്ചിത പ്രക്രിയയാണ്, വികാസം പരിപക്വനമാകുമ്പോൾ നിൽക്കുന്നു, വികാസം ഒരു ചാക്രികാരോഹണ പ്രക്രിയയാണ്, വികാസം പ്രവചനീയമാണ്. ഇതിലേതാണ് വികാസവുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റ്, അതല്ലെങ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധമില്ലാത്ത സവിശേഷത ഏതാണ്? ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി അല്ലെ? എന്താണ്, വികാസം പരിപക്വനമാകുമ്പോൾ നിൽക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം എന്താണ്, നമുക്ക് ഗ്രോത്ത് എന്താണെന്നും ഡെവലപ്മെന്റ് എന്താണെന്നും നമുക്കറിയാം അല്ലെ? വളർച്ച എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ രൂപത്തിൽ വന്നിട്ടുള്ള മാറ്റം, നമ്മുടെ വണ്ണത്തിൽ വന്നിട്ടുള്ള മാറ്റം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഉയരം വെക്കുന്നത്, ഇതൊക്കെയാണ് എവിടെ വരുന്നത്, വളർച്ചയിൽ വരുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എല്ലാ മേഖലകളിലും നടന്നിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെവലപ്മെന്റ്, വികാസം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റം നമ്മൾ പരിഗണിക്കുന്നുണ്ട്, നമ്മുടെ ബുദ്ധിപരമായിട്ട് നടന്നിട്ടുള്ള മാറ്റങ്ങൾ പരിഗണിക്കുന്നുണ്ട്, സാമൂഹികപരമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ആയിട്ടൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് എവിടെയാണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ അതല്ലെങ്കിൽ മെച്ചുവേർഡ് ആകുമ്പോൾ നിന്നു പോകുന്ന കാര്യമല്ല. നമ്മൾ എന്താണ്, ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വികാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് മരണം വരെ എന്ത് ചെയ്യുന്നു, തുടരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കിയൊക്കെ എന്താണ്, വികാസവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. വികാസം ഒരു സഞ്ചിത പ്രക്രിയയാണ്. അപ്പോ നമ്മള് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുട്ടികളുടെ കേസ് എടുക്കാം. ചെറിയ കുട്ടികള് ആദ്യം എന്താണ് പഠിക്കുന്നത്, അവര്
കമിഴ്ന്ന് കിടക്കാൻ പഠിക്കുന്നു, അതിനുശേഷം പതുക്കെ ഇരിക്കാൻ പഠിക്കുന്നു, നടക്കാൻ പഠിക്കുന്നു, ഓടാൻ പഠിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇത് ആദ്യം അവൻ എങ്ങനെയാണോ ഇരിക്കാൻ പഠിച്ചത് ആ അറിവ് വെച്ച് അവൻ എന്ത് ചെയ്യുന്നു? പതുക്കെ നിൽക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങുന്നു. അങ്ങനെ നിന്ന് പഠിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യാണ്? പതുക്കെ പതുക്കെ നടക്കാൻ പഠിക്കുന്നു, അതിനുശേഷം ഓടുന്നു. അതെന്താണ്? അതൊരു സഞ്ചിത പ്രക്രിയയാണ്. ഒന്നിനു മുകളില് ഒന്നാക്കി വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ആദ്യം നേടിയ അറിവുകള് കൂട്ടിവെച്ചാണ് അവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. സത്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ? ഇനി അടുത്ത എന്താണ്? ചാക്രികാരോഹണ പ്രക്രിയ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വികാസം എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫോമാറ്റിലാണ് നടക്കുന്നത്. അത് തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. ഇനി വികാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവചിക്കാനായിട്ട് പറ്റും. 8 മാസമായിട്ടുള്ള ഒരു കുട്ടിയിലെ ഇന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഒരു 10 വയസ്സുകാരൻ, അതല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരൻ, അവന് ഇന്ന മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവന് ഇന്ന ഉയർച്ച വന്നിട്ടുണ്ട്, ഇന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അവൻ ഇമോഷണലി ഇത്ര ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റിവിഷൻ ചെയ്യാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫാക്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓർത്തെടുക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വ്യക്തികൾക്കിടയിൽ ഒന്നോ അതിലധികമോ സ്വഭാവങ്ങളിലുള്ള വ്യതിയാനങ്ങൾ അറിയപ്പെടുന്നത്. എന്താ പറഞ്ഞത്? വ്യക്തികൾക്കിടയിൽ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഒരു വ്യക്തിയുടെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു കൂട്ടം വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കിടയിലുള്ള ഒന്നോ അതിലധികമോ സ്വഭാവങ്ങളിലുള്ള വ്യതിയാനം എന്താണ്? വ്യക്തിവ്യത്യാസം, വൈകല്യം, പ്രതിഭാധനത, പിന്നോക്കാവസ്ഥ. അപ്പോ ഈ വ്യത്യാസങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വ്യക്തി വ്യത്യാസം. ക്ലിയർ ആണോ? അവിടെ കൃത്യമായിട്ട് വ്യക്തികൾക്കിടയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം അല്ലെ, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആരും ഒരുപോലെയല്ല, എല്ലാവരും എന്താണ്? യുണീക്ക് ആണ്, വ്യത്യസ്തരാണ്. ഇപ്പോ സന എന്ന് പറയുന്ന കുട്ടിയും സോന എന്ന് പറയുന്ന കുട്ടിയും എന്താണ്? ഇരട്ട കുട്ടികളാണ്. പക്ഷെ അവരിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഒരാൾ ചിന്തിക്കുന്ന രീതിയിലാവില്ല മറ്റേയാൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരാൾ പഠിക്കുന്ന രീതിയിലാവില്ല ചിലപ്പോൾ മറ്റേയാൾ പഠിക്കുന്നുണ്ടായിരിക്കാം. അവരിൽ എന്താണ്? ഉറപ്പായും വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇരട്ട കുട്ടികളിൽ വരെ വ്യക്തി വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതെവിടെയും കാണാൻ പറ്റും? എല്ലാ വ്യക്തികൾക്കിടയിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന. സാധാരണഗതിയില് വളർച്ച എന്താണ്, വികാസം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ വളർച്ച എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒരാളുടെ രൂപത്തിൽ വരുന്ന മാറ്റം, അവന്റെ ഉയരത്തിൽ വരുന്ന മാറ്റം, അവന്റെ വണ്ണത്തിൽ വരുന്ന മാറ്റം, തലമുടിയുടെ വളർച്ച, കണ്ണിന്റെ നീളം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അവന്റെ ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അത് വികാസത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പൊ ഇവിടെ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വളർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിയേ, 4 ഓപ്ഷൻ നോക്കിയേ. വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നു. ബി, വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. സി, വളർച്ച പ്രകൃത്യാ തന്നെ നിരീക്ഷിക്കാൻ പറ്റും. ഡി, വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. ഇതില് വളർച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധമില്ലാത്തത് ഏതായിരിക്കും? വികാസം നമ്മൾ പറഞ്ഞു എന്താണ്? ഒരാള് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആളുടെ വികാസം ആരംഭിക്കുന്നുണ്ട്, മരണം വരെ അത് തുടരുന്നുണ്ട്. പക്ഷെ വളർച്ച എന്ന് പറയുമ്പോൾ എന്താണ്? ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ നിന്നു പോകും. നമുക്ക് മെച്യൂർഡ് ആകുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18-20 വയസ്സൊക്കെ ആകുന്നതോടുകൂടി എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ശരീരത്തിന്റെ വളർച്ച നിന്നു പോകാറുണ്ട്. നമ്മൾ ഉയരം വെക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നിന്നു പോകാറുണ്ട്. അപ്പോ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്? ക്ലിയർ ആണല്ലേ? ഓപ്ഷൻ ബി, വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നു എന്നുള്ളത് തെറ്റായുള്ള കാര്യമാണ്. ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ വളർച്ച നിന്നു പോകുന്നുണ്ട്. ഇനി ബാക്കിയൊക്കെ തന്നെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു വ്യക്തിയുടെ
ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് വളർച്ച സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഇപ്പൊ കുറെ വർഷത്തിന് ശേഷം കാണുന്ന ഒരാൾ നമ്മളോട് പറയാണ്, ഓ നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു, നീ ഒരുപാട് വണ്ണം വെച്ചു, നീ ഒരുപാട് നീളം വെച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ പറയുന്നതാണ് നമ്മുടെ വളർച്ചയെ. ഇനി വളർച്ച ഉണ്ടായെന്ന് വിചാരിച്ച് നമുക്ക് എന്തുണ്ടാവണമെന്നില്ല, വികാസം ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്തിട്ടുണ്ടാവും, പോത്തുപോലെ വളർന്നിട്ടുണ്ടാവും. പക്ഷെ വികാസം ചിലപ്പോ ബുദ്ധിപരമായിട്ടുള്ള വികാസമായിരിക്കാം, അതല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ള വികാസമായിരിക്കാം, സാമൂഹികപരമായിട്ടുള്ള വികാസമായിരിക്കാം. ഇതൊന്നും എന്തായിക്കൊള്ളണമെന്നില്ല, ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണത എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് വളർച്ച എന്താണെന്ന് നമ്മൾ പഠിച്ചു, വികാസം എന്താണെന്ന് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം ഫാക്ട്സും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പല രീതിയിൽ പല തലങ്ങളിൽ വികാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ചാലകശേഷി വികാസം വരുന്നുണ്ട്, സാമൂഹ്യ വികാസം വരുന്നുണ്ട്, വൈകാരിക വികാസം വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ചോദ്യം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ചാലകശേഷി വികസനത്തിലെ ഒരാളുടെ ചലനക്ഷമത ആരംഭിക്കുന്നത് ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന പ്രവണതയാണെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്? സെഫലോകോഡൽ പ്രവണത, ക്രമാനുസൃതം, വ്യത്യസ്തം, പ്രവചനക്ഷമം. എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? എ അല്ലെ, സെഫലോകോഡൽ പ്രവണത. ശിരപാദാഭിമുഖ ക്രമമാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ ചെറിയ കുട്ടിയുടെ കേസ് എടുക്കാം. ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യാറുണ്ട്? കമിഴ്ന്ന് കിടക്കാറുണ്ട്. കമിഴ്ന്ന് കിടക്കുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റണം? അവന്റെ തല പൊക്കാനായിട്ട് പറ്റണം അല്ലെ. അവന് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ തല പൊക്കണം. അപ്പൊ ചെറിയ കുട്ടികൾ ആദ്യം എന്ത് ചെയ്യുന്നു? കമിഴ്ന്ന് കിടക്കുന്നു, തല പൊക്കുന്നു. പതുക്കെ അവൻ എന്ത് ചെയ്യാണ്? അവന്റെ ശരീരത്തെ അവൻ ഉയർത്തി ഇരിക്കാൻ പഠിക്കുന്നു. ഇനി വീഴാതെയും പിടിക്കാതെയും ഒക്കെ ഇരിക്കാൻ പഠിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യാണ്? പിടിച്ചു നിൽക്കാൻ പഠിക്കുന്നു. ഇനി അതും കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു? പതുക്കെ നടക്കാൻ പഠിക്കുന്നു. അവിടെ നിന്നും അവൻ ഓടാൻ പഠിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ശിരസിൽ നിന്നും പാദത്തിലേക്കാണ് നമ്മുടെ ചലനം പോകുന്നത്. അല്ലാതെ ജനിക്കുന്ന ഒരു കുട്ടി 2 മാസം ആകുമ്പോഴത്തേക്കും ആദ്യം തന്നെ എന്തല്ല ചെയ്യുന്നത്? ഓടുകയല്ല ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്ന് പറയുന്നത് ശിരസിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. എവിടേക്ക്? പാദത്തിലേക്ക്. ഈ ഒരു പ്രവണതയെയാണ് നമ്മൾ സെഫലോകോഡൽ പ്രവണത അതല്ലെങ്കിൽ ശിരപാദാഭിമുഖ ക്രമം എന്ന് പറയുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ വേറൊരു പ്രവണതയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രവണത. എന്താണ്? പ്രോക്സിമോ ഡിസ്റ്റൽ പ്രവണത. സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന് പറയും. അതായത് ഇത്രയേ ഉള്ളൂ, ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്നും വശങ്ങളിലേക്കാണ് എന്ത് സംഭവിക്കുന്നത്? വികാസം സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്നും വശങ്ങളിലേക്ക് വികാസം പ്രാപിക്കുന്നു. നമ്മൾ വണ്ണം വെക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വശങ്ങളിലേക്കല്ലേ നമ്മൾ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോക്സിമോ ഡിസ്റ്റൽ പ്രവണത എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും നമുക്ക് മാറിപ്പോകുന്ന 2 കാര്യമാണ് ഈ സെഫലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും. ക്ലിയർ ആണല്ലോ? സെഫലോകോഡൽ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശിരസിൽ നിന്നും പാദത്തിലേക്ക്, തലയിൽ നിന്നും കാലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ചലനം പോകുന്നത്. ഇനി പ്രോക്സിമോ ഡിസ്റ്റൽ ആണെങ്കിൽ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്നും വശങ്ങളിലേക്ക് വികാസം പ്രാപിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം. അവിടെ കൃത്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ശാരീരിക വളർച്ച എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വാധീനിക്കാത്ത ഘടകം ഏതായിരിക്കും? ജനിതക കാരണങ്ങൾ, പോഷകാഹാരം, കുടുംബ വലിപ്പം, പരിപക്വനം. അപ്പോ ഒരാളുടെ
ശാരീരിക വളർച്ചയെ സ്വാധീനിക്കാത്ത ഘടകം ഏതായിരിക്കും? സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സമയം ഒന്നും കളയണ്ട, നേരെ എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കുടുംബ വലിപ്പം. നമ്മുടെ അച്ഛനും അമ്മയും ഏത് ശരീരപ്രകൃതം ഉള്ളവരാണോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ശരീരവും വളർച്ച പ്രാപിക്കുന്നത്. കാരണം ജനിതക കാരണങ്ങൾ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? നമ്മുടെ ശാരീരിക വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ അച്ഛന് അതല്ലെങ്കിൽ എൻ്റെ അമ്മ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് അതുപോലെ ഉയരം വെക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതല്ല, അച്ഛനും അമ്മയും നല്ല വണ്ണമുള്ള ആളുകളാണെങ്കിൽ അതും എനിക്ക് എന്ത് കിട്ടാം? എനിക്കും ചിലപ്പോ വണ്ണമുള്ള ഒരു ശരീരം കിട്ടാം. അപ്പൊ അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇനി പോഷകാഹാരം, എനിക്ക് ശരിയായ രീതിയിൽ നല്ല ന്യൂട്രീഷൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെവിടെ കാണാൻ പറ്റും? എൻ്റെ ശരീരത്തില് കാണാൻ പറ്റും. ഇനി കുടുംബ വലിപ്പം, കുറെ മക്കളുള്ള ഒരു ഫാമിലിയാണ്, നല്ലൊരു ഫാമിലി ഒക്കെ ആണെച്ചെങ്കിൽ അതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റുന്ന കാര്യമല്ല. ഇനി അടുത്തത് നമ്മുടെ പരിപക്വത, നമ്മുടെ മെച്യൂരിറ്റി, അല്ലെ, പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് പരിപക്വനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്വാധീനിക്കാത്ത ഘടകം ഏതാണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തിയത് എന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. സെറ്റാണ്, ഓക്കെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനം, നൂതന ഭാവന ശേഷി, വസ്ത്രചിന്തയുടെ വളർച്ച, സംഘപ്രവർത്തനങ്ങൾ, വർദ്ധിച്ച കായിക ശക്തി, ധൈര്യം. കുറേ പ്രത്യേകതകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ശിശുവികാസത്തിന്റെ സവിശേഷതകളാണ്? അതായത് ഏത് വികസനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഈ പ്രത്യേകതകൾ നമുക്കൊരു കുട്ടിയിൽ കാണാൻ പറ്റുന്നത്? എന്തൊക്കെയാ പറഞ്ഞത്? വൈകാരിക പ്രകടനം സ്ഥിരതയുള്ളതാകുന്നു, പുതിയ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നു, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച്, അതിന്റെ പാറ്റേണിനെ കുറിച്ച്, അതിന്റെ നിറത്തെക്കുറിച്ച് നമ്മൾ എന്താവുന്നു? ചിന്തിക്കുന്നു, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടത്തുന്നു, കായിക ശക്തി കൂടുന്നു, ധൈര്യം വരുന്നു. ഇതൊക്കെ അല്ലെങ്കിൽ ഈ സവിശേഷതകളൊക്കെ ഏത് കാലഘട്ടവുമായാണ് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്? ഏത് കാലഘട്ടമാണ്? ആദ്യ ബാല്യം, അന്ത്യബാല്യം, ശൈശവം, മധ്യബാല്യം. ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ പ്രത്യേകതകള്? ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? അന്ത്യബാല്യം, അല്ലേ? കാരണം കുട്ടികള് ഒന്ന് വളർച്ച എത്തി അത്യാവശ്യം ഒരു പ്രായമാകുമ്പോഴാണ് അവർ എന്ത് ചെയ്യപ്പെടുന്നത്? എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക? ഞാൻ ധരിക്കുന്ന വസ്ത്രം അടിപൊളിയാണോ? എല്ലാവരും എന്നെ നോക്കുവോ? അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിയായ രീതിയിൽ നമ്മൾ നോക്കി കാണുന്നതൊക്കെ എപ്പോഴാണ്? ഒരു അന്ത്യബാല്യത്തിലേക്ക് എത്തുമ്പോഴാണ്. തന്നിട്ടുള്ളതില് കുട്ടികള് മെച്യൂർഡ് ആകുന്നത് എപ്പോഴാണ്? അന്ത്യബാല്യത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ ആദ്യ ബാല്യം തന്നിട്ടുണ്ട്, അന്ത്യബാല്യം തന്നിട്ടുണ്ട്, ശൈശവം തന്നിട്ടുണ്ട്, മധ്യബാല്യം തന്നിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം, ഒരു ശിശു ഭൂമിയിലേക്ക് എത്തിയത് മുതലേ അവനൊരു 3 വയസ്സാകുന്നത് വരെ ശൈശവ കാലഘട്ടത്തിലാണ്. അവിടെ ഒരിക്കലും അവൻ എന്തില്ല? വൈകാരിക സ്ഥിരത ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഒരു വികാരങ്ങൾ ഇങ്ങനെ മാറി 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 വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് അവന് നോക്കിക്കഴിഞ്ഞാൽ അവനിരുന്ന് ചിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ എന്താണ്? വികാരങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ് ശൈശവത്തിൽ വരുന്നത്. ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല? ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, എന്റെ വസ്ത്രം നല്ലതാണോ, അതിന്റെ കളർ അടിപൊളിയാണോ, ഇതിനെ പറ്റി ഒന്നും അവര് ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ശൈശവത്തിന് നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇനി വരുന്നത് ബാല്യകാലമാണ്. ബാല്യകാലത്തെ നമുക്ക് 3 കാലഘട്ടങ്ങളിലേക്ക് തരംതിരിക്കാം. ആദ്യ ബാല്യം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഇനി മധ്യബാല്യത്തിലേക്ക് വരുമ്പോൾ അത് 6 മുതൽ 9 വയസ്സ് വരെ. അന്ത്യബാല്യത്തിലേക്ക് വരുമ്പോഴാണ് 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തന്നിട്ടുള്ളതില് കുട്ടികൾക്ക് ഒന്നും കൂടി ഒരു പക്വത, അതല്ലെങ്കിൽ പുതിയ നല്ല രീതിയിൽ അവർ ചിന്തിക്കുന്നതും കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതും കൂട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതും കളികളിൽ ഏർപ്പെടുന്നതും എന്തും തുറന്നു പറയാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ ധൈര്യം കിട്ടുന്നതൊക്കെ എവിടെയാണ്? അന്ത്യബാല്യത്തിലാണ്. 9 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കാര്യമാണ്.
കാരണം ഒരു കുട്ടിയുടെ വളർച്ചയെയും അവന്റെ വികാസത്തെയും നോക്കിയിട്ട് വേണം അവന് വേണ്ടിയുള്ള പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുക്കാനായിട്ട്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്, ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത്. കാരണം എന്താണ്, ആ കുട്ടിക്ക് ബുദ്ധി കുറവായതുകൊണ്ട് സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ്, സ്ഥൂലപേശികളുടെ പക്വതക്കുറവ്, താല്പര്യക്കുറവ്, എന്ത് കാരണം കൊണ്ടാണ് നഴ്സറി കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയുന്നത്? കാരണം എന്തായിരിക്കും? ആ കുട്ടിക്ക് ബുദ്ധി കുറവായത് കൊണ്ടാണോ? ഇനി അതല്ല, അവന് താല്പര്യമില്ല അതുകൊണ്ട് അവൻ എഴുതിക്കണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് ആണോ? അതല്ലെങ്കിൽ സൂക്ഷ്മ പേശികളൊന്നും ആ കുട്ടിയുടെ ശരിയായ രീതിയിൽ മെച്ചുവേർഡ് ആയിട്ടില്ല, സ്ഥൂല പേശികൾ മെച്ചുവേർഡ് ആയിട്ടില്ല. ഏതായിരിക്കും കാരണമായിട്ട് വരുന്നത്? സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവാണ് അതിനുള്ള കാരണം. കാരണം എന്താണ്? ചെറിയ മക്കളാണ്, അവർക്ക് പക്വത വരുന്നത് അവരുടെ സ്ഥൂല പേശികളാണ്. വലിയ പേശികളാണ് എന്താവുന്നത്? ഏറ്റവും ആദ്യം വളർച്ചയിലെത്തുന്നത്, പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മള് നഴ്സറിയിൽ പഠിക്കുന്ന, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ ഒരു പേന കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു പേന കൊടുത്തു. ആ കുട്ടി അത് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവന്റെ 5 വിരലും ഉപയോഗിച്ച് അവൻ അതിനെ മുറുക്കി പിടിക്കും. അല്ലാതെ കുട്ടിക്ക് അറിയില്ല ഈ പേന പിടിക്കാനായിട്ട് ഈ 3 വിരൽ മാത്രം മതി, അത് വെച്ച് ഇങ്ങനെയൊക്കെ എഴുതാം എന്നുള്ള കാര്യം ഒന്നും കുട്ടിക്ക് അവിടെ അറിയില്ല. അവന്റെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ പേശികളൊന്നും തന്നെ എന്ത് ആയിട്ടില്ല? പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല. ആ കാരണം കൊണ്ടാണ് ഒരു നഴ്സറി കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ബുദ്ധി കുറവായത് കൊണ്ട് താല്പര്യക്കുറവ്, ഇത് രണ്ടും തുടക്കത്തിലേ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് സംശയം വരുന്നത് സൂക്ഷ്മ പേശികളുടെയും സ്ഥൂല പേശികളുടെയും കാര്യത്തിലാണ്. അപ്പോ ഒന്ന് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, ചെറിയ കുട്ടികളാണ്, അവരുടെ വികാസം നടക്കുന്നത് ആദ്യം പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് ഏതാണ്? സ്ഥൂല പേശികളാണ്. ജനറൽ ആയിട്ടുള്ള പേശികളാണ് അവരുടെ ആദ്യം വളർച്ചയിലെത്തുന്നത്. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ചെറിയ പേശികളൊക്കെ തന്നെ പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. ആ കാരണം കൊണ്ടാണ് ചെറിയ കുട്ടികളെ എഴുതിക്കരുത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ്, സോഷ്യലൈസേഷൻ നടക്കുന്നതിന്റെ പ്രാഥമിക സ്രോതസ് എവിടെയാണ്? കുടുംബം, അയൽപക്കക്കാർ, മതം, സ്കൂൾ. എവിടെയാണ് ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണം ഏറ്റവും ആദ്യം നടക്കുന്നത്? അതാണ് പ്രാഥമികം എന്ന് പറയുമ്പോൾ അല്ലെ. ഏതാണ് വരുന്നത്? പ്രൈമറി സോഴ്സ് ഏതാണ്? സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കുടുംബമാണല്ലേ. ഒരു കുട്ടി ആദ്യം പരിചയപ്പെടുന്നത് അവന്റെ വീട്ടുകാരെയാണ്. അവന്റെ ജനനത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങള് അവൻ സമയം ചെലവഴിക്കുന്ന അവരുടെ വീട്ടുകാരോടൊപ്പമാണ്. അപ്പൊ വീട്ടുകാരെങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, എങ്ങനെയാണെന്നുള്ള മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നത് എവിടെ നിന്നുമാണ്? അവന്റെ കുടുംബത്തിൽ നിന്നുമാണ്. അപ്പോ സോഷ്യലൈസേഷന്റെ പ്രാഥമിക സ്രോതസ്, പ്രൈമറി സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുടുംബമാണ്. ക്ലിയർ ആണല്ലോ? ഇനി വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെയും ഉത്തരം ഏത് തന്നെയാണ്? കുടുംബം തന്നെയാണ്. ഇനി സാമൂഹ്യവൽക്കരണത്തിന്റെ ഔപചാരിക സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വിദ്യാലയമാണ്. ക്ലിയർ ആണല്ലോ? ഒരു ഫോർമലായ രീതിയിൽ നമ്മള് മറ്റുള്ളവരോട് പെരുമാറുന്നതൊക്കെ എവിടെയാണ്? നമ്മുടെ വിദ്യാലയത്തിലാണ്. ക്ലിയർ ആണല്ലോ? സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ്സും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക സ്രോതസ്സും കുടുംബം തന്നെയാണ്. ഔപചാരിക സ്രോതസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വിദ്യാലയമാണ്. മാറിപ്പോവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ കാതറിൻ എം ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജസിനെ കാണുന്നത്. അതിൽ തന്നെ കുട്ടികളുടെ വികാരത്തെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാതറിൻ എം ബ്രിഡ്ജസ് ആണ്. മൂപ്പർ എന്താ ചെയ്തത്? നവജാത ശിശുക്കൾ മുതല് 24 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചാണ് മൂപ്പര് പഠനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ അവരെ ഒരു വാത്സല്യ ഗ്രഹത്തിൽ വെച്ച് മൂപ്പര് നിരീക്ഷിച്ചു. ഓരോ മാസത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടിയിൽ വരുന്നത്, വൈകാരികപരമായിട്ട് അവർ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തി മൂപ്പര് എന്ത് ചെയ്തു? ഒരു ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കി. എന്താണ് ബ്രിഡ്ജസ് ചാർട്ട്
തയ്യാറാക്കി. ഈ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഓരോ മാസത്തിലും കുട്ടിയിൽ ഉടലെടുക്കുന്ന വികാരങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം വികാരങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ചാർട്ട്, ബ്രിഡ്ജസ് ചാർട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഏതാണ് ജനന സമയത്തുള്ള വികാരം? സന്ത്രാസം, എക്സൈറ്റ്മെന്റ് ആണ് ജനന സമയത്തുള്ള ഒരു കുട്ടിയുടെ വികാരം. വേറെ ഒന്നിനെ പറ്റിയും കുട്ടിക്ക് അറിയില്ല. കുട്ടിക്ക് എന്താണ് ഇങ്ങനെ ഇളക്കുക അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സന്ത്രാസം എന്ന് പറയുന്നത്. എക്സൈറ്റ്മെന്റ്, എല്ലാത്തിനെയും കുറിച്ചും എന്താണ്, ഒരു എക്സൈറ്റ്മെന്റ് ആണ് കുട്ടികളിൽ ഉണ്ടായിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് 3-ാമത്തെ മാസം ആകുമ്പോഴാണ് അതിൽ നിന്നും എന്തുണ്ടാകുന്നത്, അസ്വാസ്ഥ്യവും ഉല്ലാസം എന്ന് പറയുന്ന 2 വികാരങ്ങൾ, ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവുമാണ്. ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു. ഇനി 6-ാമത്തെ മാസത്തില് ഒരു കുട്ടിയിൽ കാണാൻ പറ്റുന്നത് നെഗറ്റീവ് ഇമോഷൻസിന്റെ വളർച്ചയാണ്. ഭയം, വെറുപ്പ്, കോപം. ഇത് എവിടെ നിന്ന് വന്നതാണ്? അസ്വാസ്ഥ്യത്തിൽ നിന്നും വന്നിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഇനി 1 വയസ്സാകുമ്പോൾ കുട്ടിയിൽ എന്ത് വരുന്നു? പ്രിയം വരുന്നു അല്ലെ. തന്നെ സ്നേഹിക്കുന്നവരോട്, തന്നെ കരുതുന്നവരോട് കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഒരു പ്രിയം തോന്നുന്നു. പ്രിയം, പ്രഹർഷവും വരുന്നുണ്ട്. ഓക്കെ. ഇനി 18-ാമത്തെ മാസത്തിലാണ് കുട്ടിയിലെ അസൂയ, ജലസി എന്ന് പറയുന്ന നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ കേട്ടൊരു എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്രാമത്തെ മാസത്തിലാണ് കുട്ടിയിൽ അസൂയ ഉണ്ടാകുന്നത്? അപ്പൊ ഓർത്തിരിക്കുക, 18-ാമത്തെ മാസത്തിലാണ് അസൂയ, ജലസി ഉണ്ടാകുന്നത്. ഇനി 24 മാസമായ പ്രായമാകുമ്പോൾ, അതല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്നത് ആനന്ദമാണ്, ജോയ് ആണ്. അപ്പൊ ക്ലിയർ ആയിട്ട് ഏതൊക്കെ വികാരങ്ങൾ ഏതൊക്കെ മാസത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബ്രിഡ്ജസ് ചാർട്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈകാരിക ശേഷി എന്നാൽ എന്ത്? ഇമോഷണൽ ഇന്റലിജൻസ്. എന്താണ് വൈകാരിക ശേഷിയായിട്ട് വരുന്നത്? നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പോ വൈകാരികപരമായി ശേഷിയുള്ള ആളുകളിൽ നമുക്ക് എന്തെല്ലാം സവിശേഷത കാണാനായിട്ട് പറ്റും? എന്തൊക്കെ കാണാൻ പറ്റും? നമ്മൾ അവിടെ പരിചയപ്പെടുന്ന കുറേയധികം ആളുകൾ ഉണ്ടല്ലേ. ജോൺ മേയർ, പീറ്റർ സലോവ, ഡാനിയേൽ ഗോൾമാൻ. ഇത്രയധികം ആളുകളെ നമ്മൾ എവിടെ കാണുന്നുണ്ട്? ഇമോഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അതില് ജോൺ മേയർ ആൻഡ് പീറ്റർ സലോവയാണ് വൈകാരിക ബുദ്ധിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവരുടെ റൈറ്റിംഗ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ആളാണ് നമ്മുടെ ഡാനിയേൽ ഗോൾമാൻ. എന്നിട്ട് ഗോൾമാൻ എന്ത് ചെയ്തു? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാണ്. അതിൽ മൂപ്പര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചധികം പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രത്യേകതകൾ അറിയുന്ന ഒരാൾക്ക് ഈ ഉത്തരം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോ ഗോൾമാൻ പറയുന്നത്, ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തുണ്ടായിരിക്കും? അവനവന്റെ വികാരങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ അവബോധം, ധാരണ ഉണ്ടായിരിക്കും. ഇനി എന്റെ വികാരങ്ങള് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ, റെഗുലേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. അത് 2ാമത്തെ ശേഷിയാണ്. ഇനി ഇങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു, അതിനുശേഷം എന്താണ്? നമ്മുടെ വികാരങ്ങളിൽ നിന്നും നമുക്ക് മോട്ടിവേഷൻ, പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയണം. ഞാനൊരു പരീക്ഷ എഴുതി, തോറ്റുപോയി, സങ്കടം വന്നു, ഞാൻ ആകെ തകർന്നു, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്കിനി ഭാവിയിൽ ഒന്നുമില്ലെന്ന് വിചാരിച്ച് എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇമോഷണലി ഇന്റലിജന്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? പരീക്ഷ ഇനിയും വരുന്നുണ്ട്, ഇനിയും പഠിച്ച് ഞാൻ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യും. ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തുണ്ടായിരിക്കും? സോഷ്യൽ സ്കിൽ ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ വികാരങ്ങള് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിനെ ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കും? എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ?
അപ്പൊ ഇത്തരത്തിലുള്ള 5 ശേഷികളെ പറ്റിയാണ് നമ്മുടെ ഗോൾഡ്മാൻ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഇതിൽ ഏതൊക്കെയാണ് വൈകാരിക ശേഷിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം. വെരി ഗുഡ് അല്ലെ? മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പറ്റണം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും ഉദ്ദേശ്യങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. വൈകാരിക സന്ദർഭങ്ങളെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാനുള്ള കഴിവ്. എല്ലാം തന്നെ എന്താണ്? ഉത്തരമാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈകി ക്ലാസ്സിൽ എത്തിയ അതുൽ പഠന പ്രക്രിയയിൽ പങ്കാളിയായില്ല. അവൻ നഖം കടിക്കുകയും തല ചൊറിയുകയും കാലിളക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്താ ചെയ്തത് മൂപ്പര്? ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. എന്നാൽ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് പഠിക്കുക, അതല്ല മൂപ്പര് ചെയ്തത്. മറിച്ച് എന്താണ്? നഖം കടിക്കുക, തല ചൊറിയ, കാലിങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈകാരിക വിക്ഷോഭം, ശാരീരിക വൈഷമ്യം, അനുസരണക്കേട്, പഠന വൈകല്യം. ഇത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? വൈകാരിക വിക്ഷോഭവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. കാരണം ആ കുട്ടി വൈകി ക്ലാസ്സിൽ വരാനായിട്ടുള്ള കാരണം തന്നെ എന്തായിരിക്കും? അവൻ ആ ക്ലാസ് ഇഷ്ടമല്ല. അവിടെ ഇരിക്കുമ്പോൾ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. എങ്ങനെയെങ്കിലും അവിടുന്ന് ചാടണം, അതല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും മൂപ്പര് ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? ഭയങ്കര ദേഷ്യം. എനിക്കിത് ഇഷ്ടാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, ദേഷ്യം വന്നിട്ട് വയ്യ. ഈ ദേഷ്യം എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പ്രകടിപ്പിക്കണ്ടേ നമുക്ക്? അപ്പൊ അതിനു വേണ്ടിയാണ് അവൻ എന്ത് ചെയ്യുന്നത്? നഖം കടിച്ചുകൊണ്ടിരിക്കുക, തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ കാലിളക്കിക്കൊണ്ടിരിക്കുക. ഇത് അവന്റെ വൈകാരിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. വൈകാരിക വിക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ്? അവന്റെ ഉത്തരമായിട്ട് വരില്ല. വൈകാരികപരമായി അവന് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവൻ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ചിലപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നം ആലോചിച്ചിട്ടായിരിക്കും അവനവിടെ ഇരിക്കാൻ പറ്റാത്തത്. ഇനി അതല്ല, അവൻ ആ മാഷ് എടുക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയാണെങ്കിലും അവൻ ഈ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാലയത്തിൽ നിരന്തരമായി മോഷണം നടത്തുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് PTA ആലോചിച്ചപ്പോൾ അവന്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ശിക്ഷ നൽകാതെ നീതിയും സമത്വവും പരിഗണിച്ച് തുടർ പഠനത്തിന് അവസരം നൽകി. അധ്യാപകന്റെ ഈ പ്രവൃത്തി കോൾബർഗിന്റെ ഏത് വികാസഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരും. ഓരോ തവണയും കേട്ടിട്ട് എക്സാം ഇങ്ങനെ ടഫായി കൊണ്ടിരിക്കുകയാണ്. ഈ ടഫ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റണം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോ പഠിച്ച കാര്യങ്ങള് ശരിയായ അർത്ഥം മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അർത്ഥം മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെറുതെ കാണാപ്പാഠം പഠിക്കുന്ന ഒരാളുടെ മുന്നിൽ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സൈക്കോളജിയിൽ കുറെ കോൺസെപ്റ്റ് ഉണ്ട്, കുറെ തിയറികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയെങ്കിലാണ് നമുക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിയുടെ കേസ് കൊടുത്തിട്ടുണ്ട്. കുട്ടി എന്താണ്? എന്നും സ്കൂളിലെ ബാക്കിയുള്ള പിള്ളേരുടെ ബാഗിൽ നിന്ന് പൈസ മോഷ്ടിക്കുക, അതല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ PTA തീരുമാനം എടുക്കുകയാണ്, ഈ കുട്ടീനെ ഇനി സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അവനെ നമുക്ക് പുറത്താക്കണം. അങ്ങനെ ഇവനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ത് തീരുമാനിക്കുകയാണ്? എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്? ഇവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അവന്റെ കുടുംബ പശ്ചാത്തലം അധ്യാപക മനസ്സിലാക്കുന്നു. അവന്റെ കുടുംബത്തിലെ അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല. അച്ഛനും അമ്മയിലും ഇങ്ങനെ ഒരു സ്വരച്ചേർച്ചയുണ്ട്, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ അവന് ശ്രദ്ധയും പരിചരണവും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ വക കാരണങ്ങൾ കൊണ്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? ക്ലാസ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാട്ടി നടക്കുന്നത്. അങ്ങനെ അധ്യാപകൻ മനസ്സിലാക്കുന്നു. അവസാനം അധ്യാപകൻ എന്ത് തീരുമാനിക്കുകയാണ്? നീ പഠിത്തമൊന്നും നിർത്തണ്ട, നിനക്ക് ശിക്ഷയൊന്നും തരുന്നില്ല, നീ എന്ത് ചെയ്താൽ മതി? നല്ല കുട്ടിയായി നീ ഈ സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന രീതിയിൽ അധ്യാപകൻ പറയുന്നു. അധ്യാപകന്റെ ഈ പ്രവൃത്തി കോൾബർഗിന്റെ സിദ്ധാന്തവുമായി വികാസഘട്ടവുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ഘട്ടത്തിനെയാണ്? ശിക്ഷയും അനുസരണവും, സാർവജനീന സദാചാര തത്വം, സാമൂഹിക സുസ്ഥിതി പാലനം, സാമൂഹിക വ്യവസ്ഥ നിയമപരം.
ഇവിടെ ഏത് വികാസഘട്ടമായാണ് നമുക്ക് അധ്യാപകന്റെ പ്രവൃത്തിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ കോൾബർഗിന്റെ തിയറി നമുക്കറിയാം, സാൻമാർഗിക വികാസ സിദ്ധാന്തമാണ് കോൾബർഗ് കൊണ്ടുവന്നിട്ടുള്ളത്. 3 ലെവലിൽ കൂടെ 6 സ്റ്റേജുകൾ വഴിയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഒരു കുട്ടിയുടെ മൊറാലിറ്റി ഡെവലപ്പ് ആവുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചെറിയ കുട്ടിയാണ്, 4 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടിയുടെ കാര്യമാണ് കോൾബർഗ് അവിടെ പറയുന്നത്. അവിടെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്, അടിയെ പേടിച്ചുകൊണ്ട്, മുതിർന്നവരുടെ ഭാഗത്തു നിന്നുള്ള വഴക്ക് പേടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവൻ അനുസരിക്കുന്നു. അതല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവൻ ചിലരെ അനുസരിക്കുന്നു. ഈ 2 കാര്യമാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അവിടെ നിന്നും മാറി അവൻ അടുത്തൊരു ലെവലിലേക്ക് വരികയാണ്, കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ 2. ഓക്കെ, അപ്പോ 10 വയസ്സ് മുതൽ 13 വയസ്സുള്ള കുട്ടികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? ഫ്രണ്ട്സിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? എന്റെ കൂട്ടുകാരുടെ അടുത്ത് ചെയ്യാനും പറയാനൊന്നും പാടില്ല. അത് അവർക്കും വേദന ഉണ്ടാക്കും. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് പ്രാധാന്യം കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ പെരുമാറുന്നു. ഇനി മറ്റൊരു സ്റ്റേജും കൂടെ ലെവൽ 2 വരുന്നുണ്ട്. അതാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ. നമ്മുടെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആൾ നമ്മളോട് എന്ത് പറയണം? നീ നല്ല കുട്ടിയാണ്, നീ കൊള്ളാലോ എന്നുള്ള അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾ അനുസരിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് 2 ഘട്ടങ്ങളായിട്ട് ലെവൽ 2 വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ആണ്. 13 വയസ്സിന് ശേഷം വരുന്നതാണ്. കുട്ടിക്ക് അത്യാവശ്യം നല്ല ബോധമൊക്കെ വന്നു, എന്താണ് ചുറ്റുപാട് നടക്കുന്നത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കുട്ടിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടി എന്താണ് ചെയ്യുന്നത്? സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ചാണ് കുട്ടിയുടെ മൊറാലിറ്റി അവിടെ നിർണയിക്കപ്പെടുന്നത്. അപ്പോ മെയിൻ ആയിട്ടും അവിടെ എന്താണ്? യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറച്ചധികം പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ. മനുഷ്യന്മാരെല്ലാവരും നന്മയുള്ളവരാണ്, സഹോദരി സഹോദരന്മാരാണ്, എല്ലാവരിലും നന്മയുണ്ട്, ഞാൻ അവരെ സഹായിക്കണം, അതെന്റെ ഒരു കൂട്ടുകാരന്റെ പോലെയാണ്, അല്ലെങ്കിൽ പ്രായമായവരെ ഞാൻ സഹായിക്കണം, ബ്രദർഹുഡ്, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാധാന്യം കൊടുക്കുന്നു. അതിനെ മാനിച്ചുകൊണ്ടുള്ള ഒരു മൊറാലിറ്റിയാണ് എവിടെ വരുന്നത്? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ട, സമൂഹത്തിനോട് കാണിക്കേണ്ട ചില പ്രതിബദ്ധതയുണ്ട്. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അനുസരിക്കുന്നു. ഈ 2 കാര്യമാണ് എവിടെ വരുന്നത്? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്നത്. അപ്പോ സാർവജനീന സദാചാര തത്വം വരുന്നുണ്ട്, സാമൂഹിക വ്യവസ്ഥ നിയമപരം, ഇത് 2ഉം വരുന്നത് 3ാമത്തെ ലെവലിലാണ്. ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകൻ പ്രവർത്തിച്ചത്? അവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് അവൻ എന്ത് ചെയ്യാം? ഒരു അവസരം കൂടെ കൊടുക്കാം, അവൻ ചിലപ്പോൾ നല്ല കുട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകൻ അവിടെ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് ഉത്തരം വരിക? സാർവജനീന സദാചാര തത്വം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്മാനങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? കുറച്ച് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. സമ്മാനങ്ങൾക്ക് വേണ്ടി, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സിനെയും എന്റെ പാരന്റ്സിനെയും ഞാൻ അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ ഏത് ഘട്ടത്തിലാണ് എത്തിയിട്ടുള്ളൂ? എത്തിയിട്ടുള്ളത്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ഓട്ടോണമസ് മൊറാലിറ്റി. ഏത് ഘട്ടത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. അവിടെ ശരി എന്താണ്, തെറ്റാണ്, അതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ എന്തു മാത്രമേ നോക്കുന്നുള്ളൂ? എനിക്ക് സമ്മാനങ്ങൾ കിട്ടണം. സമ്മാനം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? അവരനുസരിക്കുന്നു സമ്മാനത്തിന് വേണ്ടി. ക്ലിയർ ആണല്ലോ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളുടെ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം. ഭാഷാ വികസനം എങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടൊരു ഓർഡറിൽ കൂടെയാണ് നമ്മുടെ ഭാഷ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്: ശ്രവണം, ഭാഷണം, വായന, ലേഖനം.
ഓപ്ഷൻ ബി ശ്രവണം, വായന, ഭാഷണം, ലേഖനം. ഓപ്ഷൻ സി ശ്രവണം, ലേഖനം, ഭാഷണം, വായന. ഓപ്ഷൻ ഡി ശ്രവണം, ഭാഷണം, ലേഖനം, വായന. അപ്പോ ഇതിലെന്താണ് അതിന്റെ മുൻഗണനാക്രമം എന്ന് പറയുന്നത്? ആദ്യം കുട്ടികൾ എന്താണ് പഠിക്കുന്നത്? കേൾക്കാൻ, മറ്റൊരാൾ പറയുന്നത് നമുക്ക് ശരിയായ രീതിയിൽ കേൾക്കാൻ പഠിക്കണം. ഇനി അവര് പറഞ്ഞ കാര്യം ശരിയായ രീതിയിൽ കേട്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചു മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ശ്രവണമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഏതാണ്? ഭാഷണം, അല്ലെ? കേൾക്കുന്നു, അതിനനുസരിച്ചുള്ള മറുപടികൾ തിരിച്ച് കൊടുക്കുന്നു. ഇനി അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ നമ്മൾ വായിക്കാൻ പഠിപ്പിക്കുന്നത്. ഇനി വായനയും നല്ല രീതിയിൽ ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ലേഖനം എഴുതാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോ ടീച്ചർ എന്ത് ചെയ്യുന്നു? ടീച്ചർ ഒരു ആക്ഷൻ സോങ് കുട്ടികളെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ആദ്യം ആക്ഷൻ സോങ് നമുക്ക് പാടിത്തരും. പാടിത്തന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ശരിയായ രീതിയിൽ കേട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാട്ട് തിരിച്ച് ടീച്ചർക്ക് പാടിക്കൊടുക്കുന്നു. ഇനി അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാട്ട് നമ്മൾ പതുക്കെ എഴുതാൻ നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത്. വായിക്കാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ അക്ഷരങ്ങളുമായിട്ട് നമ്മൾ ഫെമിലിയർ ആയി. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളത് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ഭാഷാ വികസനത്തിന്റെ മുൻഗണനാക്രമം? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലിസണിങ്, അതിനുശേഷം റീഡിങ്, അതിനുശേഷം ആദ്യം വരുന്നത് ലിസണിങ് ആണ് വരുന്നത്, അതിനുശേഷം സ്പീക്കിംഗ് വരുന്നു, പിന്നെ റീഡിങ് വരുന്നു, അതിനുശേഷമാണ് റൈറ്റിംഗ് വരുന്നത്. LSRW എന്ന പേരിലാണ് നമ്മൾ ഇത് ഓർത്തിരിക്കാറുള്ളത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് LSRW. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ. ഭാഷാർജനം, ലാംഗ്വേജ് അക്വിസിഷനെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ഓപ്ഷൻ ബി, കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. ഓപ്ഷൻ സി, ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഒന്ന് നോക്കിയേ, നോം ചോംസ്കി. നോം ചോംസ്കി ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ നോം ചോംസ്കി. അപ്പോ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് നോം ചോംസ്കി. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ലാഡ്, അല്ലെ? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഒരു കുട്ടി ജനിക്കുന്നത് തന്നെ അവന്റെ ഭാഷ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് കടന്നു വരുന്നത്. അപ്പൊ അവന്റെ മസ്തിഷ്കത്തിൽ, അവന്റെ തലച്ചോറിൽ എന്തുണ്ട്? അവന്റെ ഭാഷ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്. അതിനെയാണ് അദ്ദേഹം ലാഡ് എന്ന് വിളിച്ചത്. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കി, ഇതിൽ ഏതൊക്കെയാണ് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഏത് സംസ്കാരത്തിലായാലും എന്ത് തന്നെയാണ്? ഒരേ രീതിയിലാണ് ഭാഷാ വികാസം നടക്കുന്നത്. ശരിയാണ്. ഇനി ബി നോക്കൂ, കുട്ടികൾ വളരെ വേഗത്തില് ഭാഷ പഠിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണ്? ഒരു ഡിവൈസ് അവർക്ക് അവിടെ തലച്ചോറിലുണ്ട്. അതും ശരിയാണ്. ഇനി ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും എങ്ങനെയാണ്? ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു വയസ്സാകുമ്പോൾ എന്താണ്? ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, അതിനുശേഷം പതുക്കെ അവർ എന്ത് ചെയ്യുന്നു? വാക്കുകൾ പഠിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ തന്നെ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ വ്യത്യാസം എന്താണ്, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പാർട്ടില് പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് വരാം. പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. താങ്ക് യു.